ഹലോ ഗൈസ്, എൻ്റെ പേര് ആദം. ഞാൻ അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇടുക്കി ജില്ലയിലുള്ള സ്ഥലമാണ് അടിമാലി, മൂന്നാറിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. പിന്നെ എന്നെപ്പറ്റി പറയാനാണെങ്കിൽ എൻ്റെ പേര് ആദം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ഹ്യൂമാനിറ്റീസ് ആൻഡ് ITI ഞാൻ കഴിഞ്ഞു. ITI പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്തത്, പാലക്കാട്. പിന്നെ ഞാൻ മാരീഡ് അല്ല. ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്, ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഞാൻ മെയിനായിട്ട് ഡെയിലി ലൈഫ് വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് പറയുന്നത് കാര്യങ്ങൾ പഠിക്കുന്നതിനെ പറ്റി പറയാനുണ്ട്, പിന്നെ ജോലി, ഇതൊക്കെയാണ് പറയുന്നത്. എനിക്കിനി 2026 ക്ലാസ് ഉള്ളൂ. അപ്പോൾ അതുവരെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ബൈഹാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതെൻ്റെ ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് വ്ളോഗാണ്. അപ്പോൾ ഇതിൽ ഞാൻ പഠിത്തത്തെ പറ്റിയും വീട്ടിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് എൻ്റെ കടയാണ്. ഞങ്ങൾക്ക് ഇവിടെ അടിമാലി ഒരു കടയുണ്ട്, ചപ്പാത്തി കട. പിന്നെ വീടൊന്നും നിങ്ങൾ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്ന സ്റ്റേജിലല്ല, അത്യാവശ്യം മോശപ്പെട്ട വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. പിന്നെ പുതിയൊരു വീട് ഞങ്ങൾ വെച്ചു, അതിലേക്ക് പയ്യെ താമസിക്കാൻ പോകുന്നുള്ളൂ. അതൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ എന്നെപ്പറ്റി ഒരു ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഇതിൻ്റെ അത് പറയുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, പിന്നെ ഞാൻ എൻജിനീയറിംഗ് കോഴ്സിന് ചേർന്നായിരുന്നു, SCMS എന്ന് പറഞ്ഞ പോളിടെക്നിക് കോളേജിൽ. പക്ഷെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകേണ്ടത്. അതുകൊണ്ട് എനിക്ക് ആ കോഴ്സ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അതവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ കടയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ചപ്പാത്തി കടയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ചപ്പാത്തി കടയാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിലെ ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫറൻസ് എഞ്ചിൻ അത് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വരുന്ന ഭാഗങ്ങളാണ്. അത് കുറേ ഉണ്ട്, അബാക്കസ് എന്നൊക്കെ പറഞ്ഞ സംവിധാനമുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ എനിക്കൊരു അനിയനുണ്ട്, ഉമ്മച്ചിയുണ്ട്, വാപ്പച്ചിയുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ട് എൻ്റെ കുടുംബത്തിൽ. പിന്നെ മൂത്താപ്പന്മാർ, മൂത്തുമ്മമാർ, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഇവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നാളെ തൊട്ട് ഞാൻ പഠിക്കുന്നതിൻ്റെയും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ മോശമായിരിക്കും, കാണുന്നവർ കാണുക, പിന്നെ ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതൊരു വരുമാനത്തിന് വേണ്ടി തുടങ്ങുന്നതല്ല, ചുമ്മാ നേരം പോക്കി നെറ്റ് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്കിനി നാളെ കാണാം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എൻ്റെ സംഭവങ്ങളെല്ലാം നിർത്തുവാണ്. ഇനി നാളെ തൊട്ട് നമുക്ക് ഡെയിലി വ്ളോഗ് ഒരു 1/2 മണിക്കൂർ വെച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ശരിയായിടാ ഉണ്ണി. ഗൈസ്, അപ്പോൾ നമുക്ക് വെളിയിൽ കടയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഒരു നാരങ്ങയോളോ എന്തെങ്കിലും കടിയും കഴിക്കാം, പപ്സോ കട്ട്ലേറ്റോ ചിക്കൻ റോളോ അങ്ങനെ എന്തെങ്കിലും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഗായ്സ്, നമ്മളിപ്പോൾ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ ഞാൻ എന്നും പോകുന്നൊരു കടയുണ്ട്, അതുണ്ടോ എന്ന് നോക്കട്ടെ. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് സെൻട്രൽ ബേക്കറിയിലേക്ക് പോക്ക് നടക്കുള്ളൂ. ഇവിടെ വേറൊരു ബേക്കറി ഉണ്ട്, അവിടെ പോവാം. എൻ്റെ കയ്യിലാണെങ്കിൽ അമ്പൂരുണ്ട് ഗായ്സ്, കടയിൽ നിന്ന് മേടിച്ചത് അമ്പൂര് ഉമ്മച്ചിടയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം ഗായ്സ്. ഇതാണ് ഗായ്സ് ഞാൻ എന്നും കഴിക്കുന്ന കട, അത് തുറന്നിട്ടില്ല. ഈ ഷട്ടർ ഇട്ടാണ് സോഡയുടെ കുപ്പി ഇരിക്കുന്നുണ്ടോ. ഈ കട ഗായ്സ് എന്നും കഴിക്കുന്ന അവിടെ തുറന്നിട്ടില്ല ഗായ്സ്. നമുക്കിങ്ങനെ നടക്കാം ഗൈസ്. ഇതാണ് ഗൈസ് അടിമാലി ടൗൺ ഗൈസ്. അടിമാലി ടൗൺ
ഇവിടെ ഇവിടെ പച്ചക്കറി കടയുണ്ട് ഗൈസ്, പച്ചക്കറി കട, വെജിറ്റബിൾ, പിന്നെ ഇവിടെ ഫ്രൂട്ട്സ്, അപ്പുറം പച്ചക്കറി. ഗൈസ് ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം ഗൈസ് നമ്മളിത് ഈ ബേക്കറിയാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്, സെൻട്രൽ ബേക്കറി എഴുതി വെച്ചുകൊണ്ടുണ്ടോ ഗൈസ് സെൻട്രൽ ബേക്കറി സെൻട്രൽ ബേക്കറി. നമുക്ക് അവിടെ എന്നാക്കി ഉണ്ടെന്ന് നോക്കാം ഗൈസ്. ആദ്യം തന്നെ ഒരു പപ്സ് ഒരു നാരങ്ങ വെള്ളം കുടിക്കാം ഗൈസ്. ഗൈസ് അപ്പോളേ ഇവിടെ പപ്സ് കാണാൻ സാധ്യത. പപ്സ് ഉണ്ട് ഗൈസ്, പപ്സും സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഉണ്ട് ഗൈസ് പപ്സ്, ഡോണറ്റ്സ്. നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കാം ഗൈസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് കഴിക്കാം. ഒരു പപ്സ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. നമുക്കൊരു പപ്സും ഒരു സോഡാരിക്കുള്ള കുടിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചു തന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, പപ്സ്, കട്ട്ലേറ്റ്, ഡോണറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഗൈസ് അവിടുത്തെ ജ്യൂസ് മേക്കർ, ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലമാണിത് ഗൈസ്. കടയുടെ പേര് സെൻട്രൽ ബേക്കറി എന്ന് ഗൈസ്. ഇവിടെ ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ഇത് കഴിച്ചിട്ട് കാണാം. കഴിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. പപ്സ് എങ്ങനെയാണെന്നുള്ളത് അല്ലാണെന്ന് ഞാൻ പറയാം. ടേസ്റ്റുള്ള പപ്സായിരിക്കും, അടിപൊളി പപ്സാണ് ഗൈസ്. പപ്സ് വന്ന് ഗൈസ്, ഇതാണ് ഗൈസ് ഇവിടുത്തെ എഗ്ഗ് പപ്സ് ഗൈസ്. ഈ പപ്സിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഈ പപ്സിന് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഈ പപ്സ് നല്ല ഫ്രഷ് ഹോം മെയ്ഡ് പോലത്തെ പപ്സാണ് ഗൈസ്. ഇവിടെ ബോർമയൊക്കെ ഉണ്ട് ഗൈസ്. ബോർമയെന്ന് അവർ മേക്ക് ചെയ്തുണ്ടാക്കണേ പപ്സാണ് ഗൈസ്. പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. നാരങ്ങ കൂടെ പറ്റാൻ നമുക്ക് അടിക്കാം ഗൈസ്. നാരങ്ങ പുള്ളി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. പുള്ളി നാരങ്ങ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കുറേ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങളിനി മൂന്നാർ വരുന്ന ഫാമിലിക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് ബേക്കറി കയറി ഇത് കഴിക്കാം. ഇവിടെ ഗൈസ് ലെമൺ ജ്യൂസ് വന്നു ഗൈസ്. നമുക്ക് ഇത് ഫസ്റ്റ് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിനെ കുടിച്ചിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. ഇത് അടിപൊളി സാധനമാണ് ഗൈസ്. അതെ ഒരു ബൈറ്റും കൂടെ എടുക്കാം ഗൈസ്. സൂപ്പറാ അടിപൊളി ഗൈസ്. പപ്സ് സൂപ്പറാ. സോസ് വേണ്ട ഗൈസ്. ആക്ച്വലി നിങ്ങളടുത്ത് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഇന്ന് തൊട്ട് തന്നെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇടാമെന്നാണ് ഞാൻ കരുതിയ വീഡിയോ. പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഗൈസ്. ഇന്ന് തന്നെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അതിനുവേണ്ടിയിട്ടാണ് ഗൈസ് ഇപ്പം പറഞ്ഞത് ഗൈസ്. ഇത് കഴിക്കട്ടെ.
ഗൈസ് ഇനി കഴിച്ച് കഴിഞ്ഞ് കടയിൽ പോയിട്ട് കാണാം ഗൈസ്. ഇവിടുന്ന് നടന്നു പോകണം, വെയിലത്ത് പോകണം ഗൈസ്. വണ്ടിയില്ല, വണ്ടി ചെറിയ മെക്കാനിക് സംബന്ധമായിട്ട് കടയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നടന്നു വേണം ഗൈസ് പോകാൻ. ഓക്കെ, അപ്പോൾ കടയിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ പറയാനൊന്നുമില്ല. അപ്പം നാളെ തൊട്ട് നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ ബൈ.